ദേവലേരിവേ വാ ഗുരുമേ വരൂ ഗുരുവേ വാഴക്കൈ മേലിരി ഗുരുവേ. ഞാൻ പറഞ്ഞ പാട്ട് പാടും, സ്റ്റോറി പറയും. മായാവി സൂര്യക്ക് ബർത്ത്ഡേ ചെയ്തിട്ടുണ്ട്. നിഖിൽജിത്തിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അഭിപ്രായം പറയണേ. ഓക്കെ, ശ്രീ ചേച്ചി കൊള്ളാന്നുണ്ട്. അതല്ല ബർത്ത്ഡേ വിഷ് കൊടുക്കാൻ പറഞ്ഞത്. അല്ല, അവിടെ വേറെ കമന്റ് വന്നു. അർജുനല്ലേ അല്ലേ? പിന്നെ ആവട്ടെ, പിന്നെ അടുത്ത ലൈവിൽ എങ്ങാനും നോക്കാം. നമുക്ക് വേറെ ടാസ്ക് ചെയ്യാം. അവള് പഠിച്ചോണ്ട് വരും. അല്ല, വേറെ ചെവിയിലെന്നല്ല, എവിടെ വേണമെങ്കിലും ഞാൻ പിടിച്ച് വലിക്കാം. എനിക്ക് ഒരു പ്രശ്നമോ ഇല്ല. നോവിക്കാതെയൊക്കെ വലിക്കാം. ടീച്ചറെ പിന്നെ ബെസ്റ്റ് കോഴി ഓഫ് ദ ഇയർ കുക്കുടു വീണ്ടും വന്നിരിക്കുകയാണ്. അതിനുള്ള മറുപടിയും കൊടുത്താൽ കേട്ടോ. എത്ര കിട്ടിയാലും ഈ കുക്കുടു ഇറക്കണ വയ്യ, എനിക്ക് അറിയാം. മാമൻ ഈ കൊച്ചിനെ പ്രപ്പോസ് ചെയ്യുന്നു. അതായത് റോസ് മോൻ, ഹായ് റോസ് റാമോസ് അമിറോ, ഹായ്. നല്ല ബേർഡേ ചിലവ് എന്തിയെ? ബേർഡേ ചിലവ് മറ്റേ ശനിയാഴ്ച. കൊല്ലത്തെത്താൻ പറ്റുന്നവരെല്ലാവരും ഇപ്പൊ തന്നെ പറയുക. പ്രജിത SP ഹായ്. പ്രജിത സ്ഥലം എവിടെയാണ്? 11-ാം തീയതി സൂര്യയുടെ ബർത്ത്ഡേ ട്രീറ്റ് ആണ്. 11-ാം തീയതി സൂര്യയുടെ ബർത്ത്ഡേ ട്രീറ്റ് ആണ്. എല്ലാവരും കൊല്ലത്ത് വരിക. ബർത്ത്ഡേ ചിലവ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടില്ല, കൊടുക്കാന്ന് പറഞ്ഞില്ല. അപ്പോൾ ചെവി കൊടുക്കൂ പ്ലീസ്. 1 മിനിറ്റ് ചെവി നോക്കണം. കുറ്റിപ്പുറം മലപ്പുറം അല്ലേ? മലപ്പുറം ജില്ലയല്ലേ കുറ്റിപ്പുറം? സൂര്യ ഈ സമയത്ത് കിച്ചൺ വർക്ക് ചെയ്തുകൂടെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് കിച്ചൺ വർക്ക് തന്നെ ചെയ്തോണ്ടിരിക്കണം എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ പറയുന്നത് നിനക്കും ചെയ്യാടാ, നിന്റെ വീട്ടിൽ അമ്മയില്ലേ, പോയി ചെയ്യൂ, ഇത് ഹെൽപ്പ് ചെയ്യ്, ഒന്ന് ഹെൽപ്പ് ചെയ്യ്. നീ എന്തിനാ അവിടെ തന്നെ ഇരുന്ന് ലൈവ് കണ്ടോണ്ടിരിക്കുന്നത്? നിനക്ക് പോയി ഹെൽപ്പ് ചെയ്തുകൂടെ? നിനക്ക് കഴിക്കണ്ടേ? നിനക്കും ഉണ്ടാക്കാം. റോസ്മോൻ ഞങ്ങളെ പ്ലേസ് കൊല്ലമാണ്, കൊല്ലം പരവൂരാണ്. അതുപോലെ തന്നെ പ്രജിത മലപ്പുറത്ത്. എന്ത് ചെയ്യാണ് മലപ്പുറത്ത് പ്രജിത? ആണോ? മോൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നില്ലേ? മോൻ എന്താ പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട്? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലേ, ലൈവ് പ്രപ്പോസലാണ് ആദ്യമായിട്ട് കാണുമ്പോൾ. ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യണോ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണോ? 1 മിനിറ്റ് കാര്യമല്ലേ നമ്മൾ കേട്ടോ. ചെവി തുള്ളിക്കഴിഞ്ഞ് ഐ ലവ് യു പ്രപ്പോസ് ചെയ്ത് അല്ല, പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. ഒരു ഹോട്ടലിൽ നിന്നാണ് കിടക്കുന്നത്. ഓക്കെ, സിസ്റ്റർ ആണ്. ഓക്കെ ഒരു മിനിറ്റ് കാര്യം ചേട്ടനൊക്കെ ഉള്ളി. നീ പഠിച്ചോണ്ട് വന്നാ? പഠിച്ചോണ്ട് വരാൻ നിനക്ക് പഠിച്ചോണ്ട് വരാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് പഠിച്ചോണ്ട് വന്നൂടെ? പോരെ? അതാണ് കണ്ട കൊച്ചിന് എന്നെ വിഷമം തോന്നി, പാവല്ലേന്ന്. ഇതാ അതിനകത്തൊരു ചേട്ടൻ, അർജുൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ചെയ്യാ. അർജുൻ ഏട്ടൻ എൻ്റെ വഴക്ക് കൊടുക്കും. ഞാൻ ചെയ്തല്ലോ ബ്രോ, രണ്ടുപേരും ചെയ്തു. ചെവി തുള്ളാൻ ചെയ്ത് ഞാൻ പ്രപ്പോസ് ചെയ്തു. ഹലോ ഹായ്. അതെ എനിക്ക് തോന്നി വീട്ടിൽ ഞാനും കാണത്തില്ല. നേരെ തള്ളക്ക് ജനിച്ചത് നേരത്തെ അറിയായിരുന്നു. ആ ഹോട്ടലിലാണെന്ന് വീട്ടിൽ ശല്യം കാണാൻ അടിച്ച് പുറത്താക്കിയാണെന്ന് തോന്നിട്ട് അവരെ. അവിടെ മുട്ടിക്കല്ലേ, മനസ്സിലായില്ലേ ബ്രോ? കുടിച്ചു ചായ കുടിച്ചു. മനസ്സിലായില്ല. സ്റ്റുഡൻസിനൊക്കെ എങ്ങനെ പിടിക്കാറുണ്ട്? പിടിക്കാറില്ല. അടിയൊന്നുമില്ല അവിടെ, അത് സത്യമാണ്. പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കണം. ചിക്കൻ കറി, ബിരിയാണി, ചായ അല്ലാണ്ട് ബോയ്സ് എല്ലാം പഠിക്കാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഗുഡ്. എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ ഞാൻ പോകുന്നു. ഇനി എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലേ അപ്പോൾ ഞാൻ വരാം. അടുക്കളയിൽ പണി കൊണ്ട് രാത്രി ഉണ്ടാക്കണം. ഓക്കെ ശ്രീ ചേച്ചി. ഓക്കെ അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും പറയുക.